കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നെല്ല് സംഭരിക്കാൻ വിമുഖത കാണിച്ച് സ്വകാര്യ മില്ലുടമകൾ. നെല്ല് സംഭരിക്കുമ്പോൾ മില്ലുടമകൾ ക്വിന്റലിന് 10 കിലോ കിഴിവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ തുടങ്ങിയതും സംഭരണം വൈകുന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും പ്രതീക്ഷയോടെയാണ് കർഷകർ നെല്ല് കൊയ്തെടുത്തത്. കൊയ്ത നെല്ലുകൾ സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാവാത്തതിനാൽ പല പാടശേഖരങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. 19-ാം തീയതി കൊയ്ത്ത് കഴിഞ്ഞ പാടമായത്. അപ്പോൾ ഈ കഴിഞ്ഞ കൃഷി ഞങ്ങൾ ഇറക്കാനായിട്ട് താമസം വന്നു. അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷി ചെയ്തിട്ട് അത് മടം വീണ് പോയി. നടിയിൽ സമയമായപ്പോഴാണ് മടം വീണ് പോകുന്നത്. പിന്നീട് വെള്ളം പറ്റി വന്നപ്പോൾ അല്പം താമസിച്ചു. തന്നെയല്ല ഞങ്ങൾക്ക് നെല്ലുവിത്ത് കിട്ടിയില്ല. മുൻപ് 1 ക്വിൻ്റൽ നെല്ലിന് മില്ലുടമകൾ 2 കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ വർഷം 10 കിലോ കിഴിവ് ആവശ്യപ്പെട്ടതാണ് സംഭരണം പ്രതിസന്ധിയിലാക്കിയത്. ബാക്കിയുള്ള പാടുന്നത് 2 കൃഷിപ്പാടാണ്. അപ്പോൾ ഈ ഒറ്റ കൃഷിപ്പാടായിട്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്. ഇപ്പോൾ അവർ പറയുന്ന 2 കൃഷിപ്പാടത്തോടെ ഇനി ഇപ്പോൾ വേറെ കൊയ്തുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ഇതുപോലെ ഇത് കൂടുതൽ കിഴിവാണ് അവർ ചോദിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയതിനാൽ കൂട്ടിയിട്ട നെല്ല് കിളിർക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. തീർത്തും ബുദ്ധിമുട്ടിലാണ് കർഷകരെല്ലാവരും നിൽക്കുന്നത്. ഞങ്ങളുടെ നെല്ലിൻ്റെ വില സമയത്ത് കിട്ടുന്നില്ല. ഈ പ്രതികൂല കാലാവസ്ഥയെല്ലാം അതിജീവിച്ചു ഞങ്ങൾ നെല്ല് കൊയ്തിട്ട് കഴിയുമ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കർഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് പാടി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സർക്കാർ ഇടപെടലിലൂടെ വിഷയത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.